മലബന്ധമാണ് പൈൽസിലേക്ക് ലീഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത്തരത്തിൽ മലബന്ധം മാറാൻ നമ്മൾ തീർച്ചയായും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ചിയാ സീഡ്സ് ആണ്. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് 1 ഗ്ലാസ് വെള്ളത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് നേരമെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ചിയാ സീഡ്സിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ലാക്സേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ മലവിസർജനം സുഗമമാക്കാൻ വേണ്ടി ഇതൊരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടെയുണ്ട്. സോ നമുക്ക് ഇറിറ്റേഷൻസോ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടായിട്ടുള്ള പൈൽസ് ഒന്ന് കുറച്ച് കൊണ്ടുവരാനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് ബ്ലാക്ക് റേസിൻസ്, അതായത് നമ്മുടെ ഉണക്കമുന്തിരിയാണ്. ഇത്തരത്തിൽ ഉണക്കമുന്തിരി ഒരു 10-15 എണ്ണം നിങ്ങൾക്ക് ഓവർനൈറ്റ് 1 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് വെറും വയറ്റിൽ ഈ വെള്ളത്തോടൊപ്പം തന്നെ ഈ മുന്തിരി കൂടെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലാക്ക് റേസിൻസിലും ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാക്സേറ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. നമുക്കറിയാം പൈൽസ് കാരണം പലർക്കും ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇത് പിന്നീട് അനീമിയ ഡെവലപ്പ് ചെയ്യാൻ, അതായത് വിളർച്ച ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. സോ ഈ ബ്ലാക്ക് റേസിൻസിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അനീമിയൊക്കെ ഒഴിവാക്കാനും ഉള്ളതിനെ ഒന്ന് നോർമലാക്കി കൊണ്ടുവരാനും നമുക്ക് ഈ ബ്ലാക്ക് റേസിൻസ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് ബട്ടർ മിൽക്കാണ്, അതായത് മോര്. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നിത്യവും 1 ഗ്ലാസ് മോര് കുടിച്ചിരിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് ജലാംശം, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ക്യാരറ്റ്, ക്യൂക്കുംബർ പോലത്തെ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് സാലഡ്സ് നിങ്ങളുടെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മലബന്ധം ഒഴിവാക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളും നിങ്ങൾ 1-2 ദിവസം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും തന്നെയില്ല. തുടർച്ചയായിട്ട് നിങ്ങൾ 1 ആഴ്ച 2 ആഴ്ച കാലം തുടർച്ചയായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതേ അല്ല.